HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ബിനാലെ, പുതിയ വേദികൾ, പുതിയ കലാ അനുഭവങ്ങൾ. ഇത്തവണ ക്രിസ്മസ് അവധി 10 ദിവസമല്ല, അതിലുമേറെ ഉത്തരവെത്തി. VC നിയമനം ഏറ്റെടുത്ത് സുപ്രീം കോടതി. കണ്ണൂരിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെ യുവതിയും യുവാവും അറസ്റ്റിൽ. പ്രളയത്തെ നേരിടാൻ ഒഡീഷ മോഡൽ റോഡുകൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ബിനാലെ, പുതിയ വേദികൾ, പുതിയ കലാ അനുഭവങ്ങൾ. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം 1 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൊച്ചി മുസിരീസ് ബിനാലെ എത്തുമ്പോൾ സന്ദർശകരെ കാത്തിരിക്കുന്നത് പുതിയ വേദികളും അവിസ്മരണീയമായ കലാനുഭവങ്ങളുമാണ്. ബിനാലെ പ്രോഗ്രാംസ് ഡയറക്ടർ മരിയോ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള പ്രദർശനങ്ങളും പരിപാടികളും വേറിട്ട ചർച്ചകൾക്കു വേദിയാകും. മട്ടാഞ്ചേരിയിലെ വെയർഹൗസുകളും ഫോർട്ട് കൊച്ചിയിലെ ജയിലും വാട്ടർ മെട്രോ സ്റ്റേഷനുമൊപ്പം വില്ലിംഗ്ടൺ ഐലൻഡിലെ വെയർഹൗസും ഇത്തവണ വേദികളിലെ പുതുമയാണ്. വാട്ടർ മെട്രോ, ഫെറി, റോഡ് മാർഗങ്ങളിൽ ഇവിടെ എത്തിച്ചേരാം. മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ ഇടം പ്രദർശനം മട്ടാഞ്ചേരി ബസാർ റോഡിലെ 3 വേദികളിലായാണ് നടക്കുക. അന്തരിച്ച വിവാൻ സുന്ദരത്തിൻ്റെ ഡിക്സ്റ്റേഷൻസ് ഓഫ് എ ലൈറ്റ് പെർസ്യൂഡ് എന്ന ഫോട്ടോഗ്രഫി അധിഷ്ഠിത ഇൻസ്റ്റലേഷൻ മട്ടാഞ്ചേരിയിലെ ക്യൂബ് ആർട്ട് സ്പേസിൽ പ്രദർശിപ്പിക്കും. പ്രാദേശിക സമൂഹവും ചരിത്രവുമായി ആശയവിനിമയം നടത്തി പൊതു ഇടങ്ങളിലേക്ക് കലയെയും ആശയങ്ങളെയും എത്തിക്കുന്ന ഐലൻഡ് മ്യൂറൽ പ്രോജക്റ്റിനും ഇക്കുറി KBF ആതിഥേയത്വം വഹിക്കും. ഉദ്ഘാടന വാരത്തിൽ ഒട്ടേറെ പ്രകടന കലകൾ, സംവാദം, പ്രഭാഷണങ്ങൾ, സംഗീത നിരകൾ തുടങ്ങിയവയും നടക്കും. വിവിധ വേദികളിലായി നാഞ്ചിയമ്മ ആൻഡ് ടീം എന്നിവരുടെ പരിപാടികളും നടക്കും. ഇത്തവണ ക്രിസ്മസ് അവധി 10 ദിവസമല്ല, അതിലുമേറെ ഉത്തരവെത്തി. കൊച്ചി, ക്രിസ്മസ് അവധിക്കൊപ്പം വരാന്ത്യങ്ങളും കൂടി ഉൾപ്പെടുമ്പോൾ ഇത്തവണ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി ആഘോഷങ്ങൾക്ക് ദൈർഘ്യം കൂടും. സർക്കാരിന്റെ അവധി പ്രഖ്യാപനം എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആഘോഷിക്കാൻ 12 ദിവസമാണ് അവധി ലഭിക്കുക. സാധാരണ ക്രിസ്മസിന് 10 ദിവസമാണ് അവധി ലഭിച്ചിരുന്നെങ്കിലും ഈ വർഷം അത് 12 ആയി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ രീതിയിൽ മാറ്റം വരുത്തിയതോടെയാണ് അവധി ദിവസങ്ങളുടെ എണ്ണം വർദ്ധിച്ചത്. ഡിസംബർ 24 മുതൽ ജനുവരി 5 വരെയായിരിക്കും ക്രിസ്മസ് അവധി. ഇത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഡിസംബർ 15 ആരംഭിച്ച ക്രിസ്മസ് പരീക്ഷ 23 അവസാനിക്കും. VC നിയമനം ഏറ്റെടുത്ത് സുപ്രീം കോടതി. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലറായി ആരെ നിയമിക്കണമെന്ന് ഗവർണറും സംസ്ഥാന സർക്കാരുമായി ധാരണയാക്കാത്ത സാഹചര്യത്തിൽ ആ ജോലി ഏറ്റെടുത്ത് സുപ്രീം കോടതിയുടെ അസാധാരണ ഇടപെടൽ. 2 സർവകലാശാലകളിലേക്കും ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ജസ്റ്റിസ് സുധാംശു ധൂലിയ സമിതിയോട് VC സ്ഥാനത്തേക്കുള്ള പേരുകൾ മുൻഗണനാക്രമത്തിൽ നൽകാൻ ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. 17-നകം രഹസ്യരേഖയായി നൽകണം. കേസിനെ പരിഗണിക്കുന്ന 18-ന് കോടതി തീരുമാനം പ്രഖ്യാപിച്ചേക്കും. ഗവർണറും കേരള സർക്കാരും പരമാവധി ശ്രമിച്ചിട്ടും സ്തംഭനാവസ്ഥ തുടരുകയാണെന്ന് ബെഞ്ച് ഉത്തരവിൽ രേഖപ്പെടുത്തി. കത്തു കൈമാറ്റമല്ലാതെ ഒന്നും നടന്നില്ലെന്നും വിലയിരുത്തി. ജസ്റ്റിസ് ധൂലിയ സമിതി നൽകിയ ചുരുക്കപ്പട്ടികയിൽ സാങ്കേതിക ഡിജിറ്റൽ VCമാരായി യഥാക്രമം സിസ തോമസിനെയും പ്രിയ ചന്ദ്രനെയും പരിഗണിക്കാനാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കൽ താൽപ്പര്യപ്പെട്ടത്. ഡോക്ടർ സിസയുടെ പേരിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ എതിർപ്പെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മറ്റു പേരുകളിൽ ഗവർണർക്കും വിയോജിപ്പില്ലെന്ന വാദവും ഉന്നയിച്ചു. സർവകലാശാലയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചയാളോടാണ് സർക്കാരിന്റെ എതിർപ്പെന്നായിരുന്നു അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയുടെ മറുവാദം. ധൂലിയ സമിതി തന്നെ സിസയുടെ പേര് നൽകിയിട്ടുണ്ടല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി.
2 സർവകലാശാലയിലേക്കുമുള്ള ചുരുക്കപ്പട്ടികയിലുള്ളതിനാൽ ഒരിടത്ത് അവരെ നിയോഗിക്കാവുന്നതല്ലേ എന്ന് ജസ്റ്റിസ് പർദിവാല ചോദിച്ചു. താൽക്കാലിക വിസിമാരൊക്കെ സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയ ആളാണ് സിസയെന്ന് സർക്കാർ വാദിച്ചപ്പോൾ കോടതി അതു സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടു. മെറിറ്റ് പ്രകാരമുള്ള മുൻഗണനാക്രമത്തിലല്ല ധൂലിയ സമിതി പേരുകൾ നൽകിയതെന്നും കോടതിയുടെ ഓഗസ്റ്റ് 18 ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയാണ് മുൻഗണന നിശ്ചയിക്കേണ്ടതെന്നുമുള്ള വാദവും സർക്കാർ ഉന്നയിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി ജയ്ദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശിയും ഹാജരായി. കണ്ണൂരിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെ യുവതിയും യുവാവും അറസ്റ്റിൽ. കണ്ണൂർ നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനിടെ യുവതിയും യുവാവും പിടിയിലായി. തൃശൂർ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മരിയ റാണി 21, വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഷിൻഡോ ഷിജു 23 എന്നിവരെയാണ് കണ്ണൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലിത്യവും സംഘവും അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കാക്കാട് റോഡിൽ തെക്കേ ബസാറിൽ വെച്ചാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും പിടിയിലായത്. പ്രതികളിൽ നിന്നും 23.779 ഗ്രാം മാരക ലഹരി മരുന്നായ മെത്താഫിറ്റമിനും 64 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പരിശോധനയിൽ കണ്ണൂർ റേഞ്ച് എക്സൈസ് സിവിൽ ഓഫീസർമാരായ C റിഷാദ്, N രജിത് കുമാർ, M സജിത്, KP റോഷി, ഗണേഷ് ബാബു, T അനീഷ്, P നിഖിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PV ദിവ്യ, KV ഷൈമ, T ഷമീന എന്നിവരും പങ്കെടുത്തു. പ്രളയത്തെ നേരിടാൻ ഒഡീഷ മോഡൽ റോഡുകൾ സാധ്യത പഠിക്കും. പ്രളയത്തിൽ റോഡുകൾ തകരുന്നത് പ്രതിരോധിക്കാൻ കേരളത്തിന് ഒഡീഷ മാതൃക. കാലാവസ്ഥാ മാറ്റത്തിന്റെ സാഹചര്യത്തിൽ ഭാവിയിലെ അതിവർഷവും പ്രളയവും നേരിടാൻ റോഡുകളെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. പ്രളയ പ്രതിരോധ ശേഷിയുള്ള റോഡ് രൂപകൽപ്പനയുടെ സാധ്യതകളും സാങ്കേതിക സഹായവും പഠിക്കാൻ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് KSTP വിദഗ്ധ സംഘം ഞായറാഴ്ച ഒഡീഷയിലേക്ക് പുറപ്പെടും. 20 വരെയാണ് സന്ദർശനം. പ്രധാന ദേശീയ സംസ്ഥാന പാതകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ ഒഡീഷയിൽ നടപ്പാക്കിയ സാങ്കേതിക വിദ്യ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിന് യോജിക്കുന്നോ എന്ന് പരിശോധിക്കും. തുടർച്ചയായ പ്രളയം റോഡുകളെ തകർക്കുന്നത് ഒഴിവാക്കാനാണ് ഒഡീഷ പ്രളയത്തെ അതിജീവിക്കുന്ന റോഡ് നിർമ്മാണ രീതി സ്വീകരിച്ചത്. ദീർഘകാലം നിലനിൽക്കുന്നത്, ചെലവ് കുറഞ്ഞത്, ഗുണമേന്മ ഉറപ്പാക്കുന്നതാണ് ഈ റോഡ് നിർമ്മാണ രീതികൾ. കണ്ണൂരിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂരിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മോറായ സ്വദേശി KP സുധീഷ് 48 മരിച്ചത്. മോറായ സൗത്ത് LP സ്കൂളിലായിരുന്നു സംഭവം. സുധീഷ് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വലിയ ക്യൂ അനുഭവപ്പെട്ടിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സുധീഷിനെ അധികൃതർ ഇടപെട്ട് കയറ്റിവിട്ടു. വോട്ട് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുപ്പത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോട്ടറി വിൽപ്പന തൊഴിലാളിയായിരുന്ന സുധീഷ് മൃതദേഹം പര്യായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി. ട്രോഫിയുമായി വരൂ. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. 3 മാസം മുൻപ് ദുബായ് ഏഷ്യ കപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ സീനിയർ പുരുഷ ടീമിന് ഇതുവരെ ട്രോഫി കയ്യിൽ കിട്ടിയിട്ടില്ല. കിരീട കൈമാറ്റത്തിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ അതേ വേദിയിൽ മറ്റൊരു ഏഷ്യ കപ്പ് കിരീടം തേടി ഇന്ത്യൻ കൗമാര സംഘം ഇറങ്ങുന്നു. ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന അണ്ടർ 19 ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. പാകിസ്ഥാനും മലേഷ്യയും തമ്മിലാണ് ഇന്നത്തെ രണ്ടാം മത്സരം. ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കുന്ന മത്സരങ്ങൾ സോണി 10 ചാനലിൽ തത്സമയം. തിരിച്ചടികളുടെ 2 വർഷങ്ങൾക്കു ശേഷം അണ്ടർ 19 ഏഷ്യൻ കിരീടം വീണ്ടെടുക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2022 ജേതാക്കളായ ഇന്ത്യൻ 2023 സെമിയിലും കഴിഞ്ഞ വർഷം ഫൈനലിലും ബംഗ്ലാദേശിനോടാണ് പരാജയപ്പെട്ടത്. ആയുഷ് മാത്രേ നയിക്കുന്ന ടീമിന്റെ തുറുപ്പുചീട്ട് 14 വയസ്സുകാരനായ ഓപ്പണർ വൈഭവ് സൂര്യവംശിയാണ്. മലയാളിയായ ബാറ്റർ ആരോൺ ജോർജും ടീമിലുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ബിനാലെ, പുതിയ വേദികൾ, പുതിയ കലാ അനുഭവങ്ങൾ. ഇത്തവണ ക്രിസ്മസ് അവധി 10 ദിവസമല്ല, അതിലുമേറെ ഉത്തരവെത്തി. VC നിയമനം ഏറ്റെടുത്ത് സുപ്രീം കോടതി.
കണ്ണൂരിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെ യുവതിയും യുവാവും അറസ്റ്റിൽ. പ്രളയത്തെ നേരിടാൻ ഒഡീഷ മോഡൽ റോഡുകൾ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാസദസനിത പനിത മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാസദസനിത പനിത മഗ മഗരി സ. പോയ വാരത്തിലെ വിജയി ശില്പാവി 10B. സാസദസനിത പനിത മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ തുടർച്ചയായ 3ാം കിരീടം നേടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. സാസദസനിത പനിത മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഡിക്സ് സ്റ്റേഷൻസ് ഓഫ് എ ലൈഫ് പെർസ്യൂഡ് എന്ന ഫോട്ടോഗ്രഫി ആരുടേതാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാസദസനിത പനിത മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.